ചീറ്റ് വീഴുന്നുണ്ട്. തേന് നല്ല മധുരമാണ്. ഒത്തിരി ആരാധകരുള്ള ഒരു പ്ലാവിന്റെ ചുവട്ടിലാണ് നിൽക്കുന്നത് ഞാൻ. ഇത് 9 വർഷമായി എൻ്റെ വീടിന് തൊട്ടയലത്തുള്ള ജോയ് സാറിന്റെ വീടിന്റെ മുറ്റത്ത് നിൽക്കുന്ന ഒരു പ്ലാവാണിത്. ഈ പ്ലാവിന്റെ വിശേഷങ്ങൾ ഒത്തിരിയുണ്ട്. ഒരിക്കൽ കഴിച്ചവർ വീണ്ടും വീണ്ടും ഈ ചക്കയ്ക്ക് ആവശ്യപ്പെട്ട് വരികയും ഇതിന്റെ തൈ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്ത് അങ്ങനെയാണ് ഈ പ്ലാവിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ ഞാൻ അറിഞ്ഞത്. എൻ്റെ പേര് ജോയിക്കുട്ടി എന്നാണ്. ഇത് വള്ളികുന്നത്ത് എൻ്റെ വീട്ടിലുള്ള ഒരു പ്ലാവാണ്. വളരെ നല്ല ഒരു വൃക്ഷത്തൈ, പ്ലാൻ തൈ എനിക്ക് ഇങ്ങനെ ഒരു നേഴ്സറിയിൽ നിന്ന് കിട്ടി. എനിക്ക് തോന്നുന്നു ഒരു 9 വർഷം മുമ്പാണ് വെച്ചത്. 4 വർഷം കഴിഞ്ഞത് കായ്ക്കാൻ തുടങ്ങി. വളരെ നല്ല രീതിയിലുള്ള ഫലം ഇതിൽ നിന്ന് കിട്ടി. നല്ല വരിക്കച്ചക്ക, അതായത് നല്ല സ്വാദ്. ഇതിൻ്റെ എല്ലാ പിന്നെ കൂഞ്ഞും ചക്കക്കുരുവും ഒക്കെ ഞങ്ങൾ ഇവിടെ തോരൻ വെച്ചും പല കറികളിലൂടെ ഉപയോഗിക്കുന്നു. വളരെ നല്ല രീതിയിൽ നല്ല ഒരു ഒരു നല്ല ചുള, നല്ല സ്വാദ് ഒക്കെ ആണ് ഇതിനുള്ളത്. പ്രത്യേകിച്ച് നമുക്കിങ്ങനെയുള്ള ഈ ഫലവൃക്ഷങ്ങൾ നമ്മൾ കാണുമ്പോൾ, ഞാനൊരു NLP ട്രെയിനർ കൂടെയാണ്. ഈ ഫലവൃക്ഷങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സന്തോഷം, അതായത് ഈ ഫലങ്ങൾ ഇങ്ങനെ നിൽക്കുകയൊക്കെ കാണുമ്പോൾ, അതേപോലെ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ വിസിബിളായിട്ട് നമ്മൾ കാണുമ്പോഴുണ്ടാകുന്ന നമുക്ക് സന്തോഷം. അതേപോലെ ഓൾഫാക്ടറി എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ മണം, ഗസ്റ്റേറ്ററി, അതിൻ്റെ സ്വാദ് ഒക്കെ മനുഷ്യനെ സംബന്ധിച്ച് വളരെയധികം സന്തോഷവും ഒരു സമാധാനവും ഒക്കെ തരുന്ന ഒന്നാണ്. ഞാൻ ഇതിൽ നിന്ന് ഇട്ട ഒരു ചക്കയാണ്. ഞാനിപ്പോൾ പഴുത്ത് അത് ഞാനൊന്ന് കട്ട് ചെയ്യുകയാണേ. ഇതിൻ്റെ കുരുകാണ്ട് ഇതിനകത്ത് നിന്നാണ്ട് ഇങ്ങനെ ഇറ്റിറ്റ് വീഴുന്നുണ്ട് തേന്. ഇത് നല്ല മധുരമാണ്, കണ്ടില്ലേ? ഇത് കഴിക്കാൻ നല്ല മധുരമാണ്. ഇത് വേണമെങ്കിൽ ഒരാഴ്ച ഇരുന്നാലും ഒരു കേടും വരില്ല. ഷുഗർ കൂടുതലുള്ളവർക്ക് ഈ ചക്ക മേടിച്ച് വെച്ച് അവര് ഈ ചക്ക പല രീതിയിൽ അവര് പിന്നെ ഷുഗർ, ഈ മധുരം ഉണ്ടല്ലോ ഇതിനെ മധുരം, ഈ മധുരം ഷുഗറിനെ ബാധിക്കുന്നില്ല, അത് കുറയ്ക്കും. അതേപോലെ മറ്റ് അസുഖം എന്ന് പറയുന്നത് നമ്മുടെ വയറിൽ ഡൈജഷനൊക്കെ ശരിയായിട്ട് നടക്കും. നമ്മുടെ സ്റ്റൂളൊക്കെ പോകാനും വയറിന് ഒരു ഇത് കിട്ടാനും മലബന്ധം ഒന്നും ഉണ്ടാകത്തില്ല. അങ്ങനെ ഒരു ഔഷധം ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നു. അത് നമുക്ക് കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. നമ്മുടെ തെറ്റിദ്ധാരണയാ ഇതൊക്കെ കഴിച്ചാൽ പ്രശ്നമുണ്ടോ, വയറുണോവോ, ഗ്യാസ് കയറുവോ, ഇതെല്ലാം നമ്മൾ ഗ്യാസ് ഒരിക്കലും കയറത്തില്ല. ആ തവിട് നിറത്തിലുള്ള പാട കളയരുത്. നമ്മളെല്ലാം ഒരിക്കലാണ് കുരുവും കൂടെ ഇട്ട് ചേർക്കണം. അതും അതിനകത്ത് വെന്ത് നമ്മൾ ആ ചക്കക്കുരുവും കൂടെയാണ് കഴിക്കുന്നത്. വെറും ചക്ക മാത്രമല്ല, ചക്കക്കുരുവും കൂടെ നമ്മൾ അതിൻ്റെ തോട് കളഞ്ഞ് അതിൻ്റെ തവിട്ട് നിറം കളയരുത്. അങ്ങനെ ഉപയോഗിച്ചാലും നമുക്ക് ഒരു ഗ്യാസോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. ഇതെല്ലാം മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാർ ചിന്തിക്കുകയും അത് കഴിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഞാൻ രാവിലെ എഴുന്നേറ്റാൽ ആദ്യം നോക്കുന്ന ഈ പ്ലാവിലയിലോട്ടാണ്. ആ പ്ലാവില നോക്കി അതിന് ഒരു സന്തോഷത്തോടെ ഇതിൻ്റെ ചുവട്ടിലൊക്കെ വരും. അപ്പോൾ അതേപോലെ നമ്മൾ മറന്നു പോകുന്ന ചില കാര്യങ്ങളുണ്ട്. ഈ ചക്കയുടെ ഗുണങ്ങൾ പലർക്കും അറിയത്തില്ല. ഈ ചക്ക എന്ന് പറയുന്നത് ഷുഗറിൻ്റെ ലെവൽ കുറയ്ക്കുന്നതാണ്. ഷുഗർ പേഷ്യൻസിന് ചക്ക വേവിച്ചോ അല്ല അതെയോ ഒക്കെ കഴിക്കാൻ പറ്റും. ചക്കക്കുരു, ചക്കയുടെ കൂഞ്ഞ്, ഇതൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മൾ കഴിച്ചിരുന്ന, ഇപ്പം നമുക്ക് ഇതൊക്കെ കുറച്ചിലാണ്. ഇതിന് തോരൻ വെച്ച് ചക്കക്കൂഞ്ഞ് തോരൻ വെക്കുന്നു പറയുമ്പോൾ നമുക്ക് കുറച്ചില്ല. ചെറിയ ചക്ക നമ്മൾ കൊത്തിപ്പൊടിച്ച് തോരനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ചക്കക്കുരുവിൻ്റെ ഏറ്റവും വലിയ ഔഷധ മൂല്യം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ചക്കക്കുരുവിൽ. ഈ ചക്കക്കുരുവിൻ്റെ പുറമേ ഒരു പാടയുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ തുലി കളഞ്ഞുമ്പോൾ ഒരു തവിട്ട് നിറത്തിലുള്ള ഒരു പാട, നേരിയ പാടയുണ്ട്.
അത് ഒരിക്കലും കളയാൻ പാടില്ല. അത് ക്യാൻസറിനെ പോലും പ്രതിരോധിക്കുന്നതാണ്. ഈ ചക്കക്കുരു നമ്മൾ സാധാരണ നമ്മൾ വേസ്റ്റാക്കി കളയുക. ചക്ക ആയ ആ ഒരു കുരു പറമ്പിലെല്ലാം ഇങ്ങനെ കിടക്കുന്നത് കാണാം. പക്ഷെ ഈ ചക്കക്കുരു അന്യ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് അവരത് പൊടിച്ച് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലുമൊക്കെ പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ പൗഡറായിട്ടൊക്കെ വരുമ്പോൾ അവർ പറയുന്ന വില കൊടുത്ത് നമ്മളത് വാങ്ങിച്ച് നമ്മൾ ഉപയോഗിക്കുക ചെയ്യുന്നത്. പക്ഷേ ഈ ചക്കക്കുരു ആണ് വരുന്നത് പിടിച്ചുകൊണ്ട് വന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനെക്കുറിച്ചുള്ള ആ വ്യക്തമായ ഒരു പഠനമോ ഇതിനെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ ഇതിപ്പോൾ സംസ്കരിച്ചെടുക്കുന്ന വലിയ വലിയ ഫാക്ടറികൾ ഒക്കെ നമുക്ക് കാണുവാനായിട്ട് വീഡിയോയിലൊക്കെ കാണാനായിട്ട് സാധിക്കും. പക്ഷേ നമ്മുടെ പറമ്പിലെ ചക്കയ്ക്ക് നമ്മൾ വേണ്ട ആ ഒരു വില കൽപ്പിക്കുന്നില്ല. നമ്മുടെ ഈ ഫലവൃക്ഷം ഇങ്ങനെ വീണ ആ ഫലങ്ങളെല്ലാം നമ്മൾ എടുക്കാതെ അതിൻ്റെ ചുവട്ടിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കുന്നത് ഒരു നന്മയല്ല അതിനകത്ത്. ആ ഫലം നമുക്ക് തരുന്നതാണ് ആ മരം. ആ ഫലത്തെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യേണ്ടത്. ഒന്നീ അത് നമ്മൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ ആർക്കെങ്കിലുമൊക്കെ നമ്മൾ കൊടുക്കുക. അത് ഇന്ന് പലരും അങ്ങനെ കൊടുക്കാറില്ല. നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് കൊടുക്കുക. അത് ആ വൃക്ഷത്തിന് ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാൻ ഈ പ്ലാവിൻ തൈ ഇവിടെ നട്ടത് പ്രത്യേകം ശ്രദ്ധിച്ചാണ്. നമ്മൾ ഒരു നല്ല രീതിയിൽ തടവെടുത്ത് കുമ്മായപ്പൊടി ഇട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എല്ലുപൊടി, ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇതെല്ലാം കൂടെ നമ്മൾ മിശ്രിതം ആക്കി നല്ല രീതിയിൽ അതിനകത്ത് ഇത് ചെയ്തിട്ട് നമ്മളെ ഈ തൈ ഇവിടെ നമ്മൾ വെക്കുകയായിരുന്നു ചെയ്തത്. സാധാരണ നമ്മൾ ഈ തൈ നമ്മൾ ബഡ് തൈ മേടിച്ച് വെക്കുമ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വളരെ സുരക്ഷിതമായിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതായത് അതിൻ്റെ കവറുകൾ പൊട്ടിക്കുമ്പോൾ നമ്മൾ തുരുമ്പ് പിടിച്ച ബ്ലേഡ് അങ്ങനെയൊന്നും ഉപയോഗിക്കാതെ നല്ല രീതിയിൽ നമ്മുടെ കൈകളൊക്കെ ശുദ്ധമായി നല്ല രീതിയിൽ അത് നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് ഇത് കുഴിയിൽ വെച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെയധികം മോശമായ രീതിയിലായിരിക്കും നമുക്ക് ചിലപ്പോൾ അതിൽ നിന്നുള്ള ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഉണ്ടാകുന്നത്. അതിൻ്റെ വളത്തിൻ്റെ ഡെഫിഷ്യൻസി വരാം. നമ്മൾ കൊടുത്ത ശുചീകരണം ശരിയല്ലെങ്കിലും അതിനകത്ത് പ്രശ്നങ്ങളുണ്ടാകാം. നല്ല രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാതെ ചിലപ്പം പോകും. നമ്മൾ ഈ ചക്ക വേവിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പല പ്രാവശ്യം വേവിച്ചിട്ടുണ്ട്. അതേപോലെ പലർക്കും കൊടുത്ത് വേവിക്കാനും അല്ലാതെ പഴുപ്പിച്ചുമൊക്കെ ഉപയോഗിച്ചു. ഉണക്കച്ചീനി വേവിച്ച ഒരു പ്രതീതിയാണ്. വളരെ ടേസ്റ്റാണ്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കട്ടിയാണ്. ചില ചക്കയൊക്കെ അങ്ങനെ ഒത്തിരി വെള്ളം ഒഴിക്കുന്നതാണെന്ന് അറിയത്തില്ല. ഇതിന് വെള്ളമെന്ന് പറയുന്ന സാധനം നമ്മൾ സാധാരണ ഉപയോഗിക്കത്തുള്ളൂ. എങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ നല്ല കട്ടിയായിട്ട് പിറ്റേന്ന് ഞങ്ങളെടുത്തു ഒരു കേടും കൂടാതെ ആദ്യം വരുന്ന ചക്ക പിറ്റേന്ന് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അപ്പം അത്രയ്ക്ക് നല്ല ഒരു ഇതാണ്. ആർക്കും ഒരു പ്രശ്നമില്ല. നമുക്കെല്ലാം ചില തെറ്റിദ്ധാരണയുണ്ട്. ചക്ക കഴിച്ചാൽ വയറുവേദന ഉണ്ടാവുമോ അങ്ങനെ പല പ്രശ്നങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് നമ്മുടെ വയറിന് ഏറ്റവും നല്ല ഒന്നാണ് ഈ ചക്ക വേവിച്ച് കൊടുക്കുന്നത്. ഇത് നമ്മുടെ ഈ പ്ലാവിൻ്റെ ചക്കയുടെ കുരുവാണ്. അതായത് പലർക്കും സംശയമാണ് ഒരു വരിക്കപ്ലാവിൽ നിന്ന് കിട്ടുന്ന അത് വരിക്കയുടെ കുരുവാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയല്ല. ഇപ്പോൾ ഇവിടെ ഞാൻ ഇതിൻ്റെ വരിക്കക്കുരുവുണ്ട്, കൂഴയുണ്ട്. ഒരു ചക്ക പുലർന്നാൽ തന്നെ ഒരു വരിക്കപ്ലാവിൻ്റെ ചിലപ്പോൾ ഒരു ഒരു ചക്കയിൽ ചിലപ്പം ഒരു 5 or 10 കുരു പോലും ചിലപ്പം വരിക്ക ആവണമെന്നില്ല. കൂടുതലും കൂഴയായിരിക്കും. അത് ഇതിനകത്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഇത് സാധാരണ നമ്മൾ കാണുന്നത് ഇതാണ് കൂഴക്കുരു. ഇങ്ങനെയായിരിക്കും അതിൻ്റെ പിളർപ്പ്. ഒരു സൈഡിൽ നിങ്ങൾക്ക് കാണാതെ. അതായത് നമ്മൾ ഈ വരിക്കയുടെ വരുമ്പോൾ ഇങ്ങനെ നടുവ് ഇങ്ങനെ പിളർന്നായിരിക്കും കാണുന്നത്. നിങ്ങളൊന്ന് ഇനി അത് ചക്കക്കുരു കിട്ടുമ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്താൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് വളരെ കുറച്ചെണ്ണേ കാണത്തുള്ളൂ ഈ വരിക്ക കുരുവ്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ വേര് നമ്മൾ വെട്ടുകയോ കിളയ്ക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ആ വേരിന് എന്തെങ്കിലും വെട്ടുകൊള്ളുകയോ ക്ഷതം സംഭവിക്കുകയോ ചെയ്താൽ നമ്മളാരും അത് മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ ആ വേര് കൊണ്ട് അതിൽ നിന്ന് കറയൊലിച്ച് അത് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അത് ഈ പ്ലാവിനെ വളരെയധികം ദോഷകരമായിട്ട് ബാധിക്കും. പ്രത്യേകിച്ച് നമുക്കൊരു മുറിവുണ്ടാകുന്നത് പോലെ നമ്മൾ ആ വെട്ടുകൊണ്ട ഭാഗം നമ്മൾ മനസ്സിലാക്കി അവിടെ ബോർഡോ മിശ്രിതം ഉപയോഗിച്ച് നമ്മളതിനെ കഴുകി നീറ്റാക്കി പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ജസ്റ്റ് പൊതിഞ്ഞ് വീണ്ടും അത്
വലിയ ഒരു കേടിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതല്ല നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കാതെ വിട്ട് പോയാൽ പിന്നീട് ഈ പ്ലാവിന് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആ പ്ലാവിലുണ്ടാകുന്ന ചക്കകള് അതിന്റെ ടേസ്റ്റ് ചിലപ്പം കയ്പായിരിക്കാം, ചിലപ്പോൾ അത് പൊട്ടിക്കീറി പോയിരിക്കാം, പല രീതിയിൽ അത് ഇങ്ങനെ കറയൊലിക്കുകയും അത് പിന്നെ നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ ആ പ്ലാവ് തന്നെ ചിലപ്പോൾ നശിച്ചു പോകും. അങ്ങനെ ഉള്ള ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ഈ തൈ നടുമ്പോൾ സാധാരണ ആ ബഡിന്റെ ആ ഒരു മുകളം, ആ ബഡിന്റെ ഒരു 1-1.5 ഇഞ്ച് അവിടെ മാത്രമേ മണ്ണിനകത്ത് താഴ്ത്തി വെക്കാൻ പോകും. അല്ലാതെ കൂടുതലായിട്ട് മണ്ണിട്ട് നമ്മൾ ആ സ്റ്റെമ്മിലേക്ക് അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഈ തൈ വളർന്നു വരാനായിട്ട് സാധിക്കത്തില്ല. പല ബുദ്ധിമുട്ടുകളും ഈ തൈക്ക് ഉണ്ടാകും. അതായത് ബെഡിന് താഴെ മാത്രമേ 1 ഇഞ്ച് 2 ഇഞ്ച് താഴെ മാത്രമേ മണ്ണ് നിൽക്കാവൂ ലെവല്. അതെ അതെ, ഇല്ലെങ്കിൽ ചെടിയുടെ വളർച്ചയെ അത് സാരമായിട്ട് ബാധിക്കും. അതുപോലെ തന്നെ ഈ ബഡിന് അടിയിൽ നിന്ന് മുകുളങ്ങൾ വന്നാൽ എന്ത് ചെയ്യും? ബഡിന്റെ അടിയിൽ നിന്ന് മുകുളങ്ങൾ വന്നാൽ അത് നമ്മൾ സാധാരണ വെട്ടിക്കളയുക ചെയ്യേണ്ടത്. കൂടുതൽ സ്റ്റെമ്മിലേക്ക് കയറി വെട്ടരുത്. അല്ലാതെ നമ്മൾ എന്തെങ്കിലും നല്ല കത്രിക കൊണ്ട് അത് വെട്ടിക്കളയുക. എന്തെങ്കിലും ബോഡോ മിശ്രിതം തളിക്കണം. ഇതിനകത്ത് വിളഞ്ഞ ചക്ക നമുക്ക് മനസ്സിലാകുന്നത് ഇങ്ങനെ അടിക്കുമ്പോൾ ഈ സൗണ്ട്, ഇതിനകത്ത് എയർ വേരിയേഷൻ വരുന്നുണ്ടാണ്. പക്ഷേ ഒരു പൊട്ടുചക്ക ആകുമ്പോൾ അതിന്റെ സൗണ്ടിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഈ പൊട്ടുചക്കയിൽ ഇതുപോലെയുള്ള ഇലകൾ ഇങ്ങനെ നിൽക്കും, പക്ഷേ വിളഞ്ഞ ചക്കയിൽ ഇങ്ങനെ ഇലകൾ നിൽക്കില്ല, അത് കൊഴിഞ്ഞു പോകും. അങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് വിളഞ്ഞതും വിളയാത്തതും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ആദ്യം ഇടും. ഒരുവിധം വിളഞ്ഞതൊക്കെ നമ്മൾ ആദ്യം അങ്ങ് ഇടും. മുകളിൽ നിൽക്കുന്നത് സാവധാനം ഇടുകയുള്ളൂ. പിന്നെ ഇതിന്റെ വെയിറ്റ് താങ്ങാൻ അതിനനുസരിച്ച് നമ്മൾ ഒത്തിരി അങ്ങ് തുമ്പിലൊക്കെ പോകുന്നതാണെങ്കിൽ ഞങ്ങൾ നേരത്തെ അങ്ങ് ഇടും. പിന്നെ ഈ ചക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോസസ്സ് ഞാൻ പറഞ്ഞുതരാം. ഇത് സാധാരണയായിട്ട് നമ്മൾ ഈ ചക്ക നമ്മൾ ഈ വറക്കാൻ ഉപയോഗിക്കുന്ന പോലെ ചെറുതായിട്ട് നമ്മൾ അത് അരിഞ്ഞ് വറക്കുന്നതിന് ഉപയോഗിക്കുന്ന രീതിയിലാക്കിയിട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളത്തിലേക്ക് ഇത് ഇടുകയും പെട്ടെന്ന് അത് നമ്മൾ കോരിയെടുക്കുകയും അതേപോലെ നല്ല വെയിലത്ത് വെച്ച് നമ്മൾ അതിൻ്റെ ഉണക്കി നമ്മൾ സൂക്ഷിച്ചാൽ വളരെ കാലം പിന്നീട് നമുക്ക് ഇത് ചക്കയില്ലാത്ത സീസണിൽ നമുക്ക് ഉപയോഗിക്കുമ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടായിരിക്കും ഉപയോഗിക്കുന്നത്. നമുക്ക് പലതിനും അത് ഉപയോഗിക്കാം. വറക്കാൻ ഉപയോഗിക്കാം, തോരൻ വെക്കാൻ ഉപയോഗിക്കാം, പൊടിയാക്കി പിന്നെ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. ഈ ചക്കയുടെ കുരു അങ്ങനെ പറ്റൂലേ? കുരു അതുകൊണ്ടൊക്കെ പൊടിച്ചു വെച്ച് നമുക്ക് ബേബി ഫുഡായിട്ട് കൊടുക്കാം. അപ്പൊ കൊച്ചു കുട്ടികളെ ഇതിലേക്ക് ആകർഷിക്കാനും താല്പര്യം ഉണ്ടാക്കാനും ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി എന്തെല്ലാം ബോധവൽക്കരണ മാർഗങ്ങളുണ്ട്? പ്രധാനമായിട്ട് നമ്മുടെ ഈ ഫലവൃക്ഷം നമ്മുടെ സംസ്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫലവൃക്ഷമാണ്. ഇതിനെക്കുറിച്ച് പാഠപുസ്തകങ്ങളിൽ കുഞ്ഞുനാളിൽ മുതലേ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അതാവശ്യം. ഇത് വളർന്നു വരുമ്പോൾ ഇത് ചക്കയാ എന്ന് പറയാതെ ആ കുഞ്ഞ് ഇത് നമ്മുടെ ഏറ്റവും ഫലവൃക്ഷമാണ്, നമുക്ക് കഴിക്കേണ്ടതാണ് എന്ന് ആ കുഞ്ഞിനെ ബോധ്യപ്പെടുത്തി അതിനെ കുഞ്ഞുനാളി മുതൽ അങ്ങനെ കഴിക്കുന്നവരുണ്ട്. അതിനുള്ള ഒരു ബോധം കൊടുത്ത് ആ കുഞ്ഞിനെ കഴിപ്പിക്കണം. നമ്മൾ നല്ലോണം പഴുത്ത ചക്കയൊക്കെ നല്ല മധുരമാണ്. അപ്പോൾ ഈ കുട്ടികളൊക്കെ ഇതിങ്ങനെ എടുത്ത് കഴിക്കും. അതുപോലെ വേവിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഇവരെ ഇതിനെക്കുറിച്ച് പ്ലാവിനെക്കുറിച്ചും ഫലവൃക്ഷം ഈ ചക്കയെക്കുറിച്ചുള്ള ഒരു നല്ല ചിന്ത ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്താൽ ഈ കുഞ്ഞുങ്ങൾ ചക്ക പഴുത്ത് വീടുകളിൽ ഇരിക്കുമ്പോൾ കുഞ്ഞുനാളിലൊക്കെ ഞങ്ങൾ എങ്ങനെയായിരുന്നു, അത് ആ ചക്ക എടുത്തുകൊണ്ട് വന്ന് നമ്മൾ കീറിയെടുത്ത് നമ്മൾ അങ്ങ് കഴിക്കുമായിരുന്നു ചെയ്തതിന്. അത് കുഴച്ചക്ക ഉണ്ടായിരുന്നു, വരിക്കച്ചക്ക ഉണ്ടായിരുന്നു അന്നത്തെ ഞങ്ങളുടെ നാളില്. അപ്പം അത് ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഇതെല്ലാം ഒരു അന്യം നിന്ന് പോവുക. അവര് ന്യൂ ജനറേഷൻ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർക്ക് അറിയത്തില്ല. ചക്കയുടെ ഗുണം അവർക്ക് അറിയത്തില്ല. ഇത് ചക്കയാണെന്ന് അല്ലെ സിറ്റിയിലൊക്കെ താമസിക്കുന്ന കുഞ്ഞുങ്ങൾ ഇത് ചക്കയാന്ന് പറയുന്നല്ല, അത് മേടിച്ച് മാതാപിതാക്കൾ കൊടുക്കുന്നില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കണം അവർക്ക്. അവരെ അത് നല്ലതാണെന്ന് അവരെ കഴിപ്പിച്ച് അവരെ അതിലേക്ക് ഒരു ഇത് വരുവാണെങ്കിൽ കുഞ്ഞുങ്ങളത് കഴിക്കും. അവർക്ക് നല്ല ഇത് കിട്ടും, നല്ല കാൽസ്യത്തിൻ്റെയും നല്ല ഊർജം കിട്ടാനും ഒക്കെ അവർക്ക് ഇതാവും. പ്രായമുള്ളവർക്കൊക്കെ അറിയാവുന്നതുകൊണ്ട് അവർ ഈ വെളിയിലൊക്കെ കടയിലും റോഡിലൊക്കെ ഇരിക്കുന്ന ചക്ക മേടിച്ചുകൊണ്ട് പോയി വലിയ വില കൊടുത്താണ് മേടിക്കുന്നത്. പക്ഷെ നമ്മുടെ വീടുകളിൽ നിൽക്കുമ്പോൾ ഇതിന് ആർക്കും വലിയ വിലയില്ല, ആർക്കും അതിനെക്കുറിച്ച് ബോധമില്ല.
നല്ല ഇത് കുഞ്ഞുങ്ങൾക്ക് പാഠപുസ്തകങ്ങളിൽ തന്നെ ഇത് പഠിപ്പിക്കണം. ചക്ക നമ്മുടെ പ്രധാനപ്പെട്ട ഫലവൃക്ഷമാണ്, ഇത് നമുക്ക് ആരോഗ്യത്തിന് ഉത്തമമാണ്. നമ്മൾ ആപ്പിളും അങ്ങനെയൊക്കെ ഉള്ളതിനെ നമ്മൾ കൂടുതൽ ഇത് ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ നമ്മൾ പുറന്തള്ളുക ചെയ്യുന്നത്. ആ ഒരു രീതി മാറ്റിയെടുക്കണം. നമ്മൾ ഈ പ്ലാവിൽ നിന്നുള്ള തൈകൾ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് അത് നമ്മളെ ഈ ആവശ്യക്കാർക്ക് ഇതേ ആ വരിക്ക പ്ലാവിൻ്റെ തന്നെ ആ ക്വാളിറ്റിയിലുള്ള തൈകൾ കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.